പശ്ചിമേഷ്യ വീണ്ടും പുകയുന്നു. ഒമാൻ തീരത്ത് ചരക്ക് കപ്പൽ ഇറാൻ ആക്രമിച്ചതോടെയാണ് കാര്യങ്ങൾ വീണ്ടും കൈവിടുന്നത്. ഇറാന്റെ അധികാരം ഒഴിവാക്കി ഒമാൻ ബദൽ കപ്പൽ പാത തുറന്നതാണ് ആക്രമണത്തിന് കാരണമായത്. സമാധാന കരാർ ലംഘിച്ച് ലബനനിലേക്കുള്ള ഇസ്രയേൽ ആക്രമണവും തുടരുകയാണ്. വിനോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, സമാധാനം ഇനിയും പശ്ചിമേഷ്യയിൽ അകലെയാണ് എന്ന് വേണോ ഈ സംഭവങ്ങളിലൂടെയൊക്കെ ഇനി മനസ്സിലാക്കാൻ? പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാനം അകലെ എന്നാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒമാൻ തീരത്ത് ചരക്ക് കപ്പൽ ഇറാൻ ആക്രമിച്ചതോടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ വീണ്ടും കൈവിട്ടു പോകുന്ന സാഹചര്യമുണ്ടായത്. ആക്രമണങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇറാന്റെ അധികാരം ഒഴിവാക്കി ഒമാൻ ബദൽ കപ്പൽ പാത തുറന്നതാണ് ഈ ആക്രമണത്തിനൊക്കെ കാരണമായത്. ഇനി ഇതിനുള്ള പരിഹാരം എന്ത്? കൂടുതൽ ചർച്ചകൾ നടക്കുമോ എന്നുള്ളതൊക്കെയാണ് ഇനി അറിയാനുള്ളത്. വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, പശ്ചിമേഷ്യയിൽ സമാധാനം ഇനിയും അകലെ എന്നാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. ഇതിനി കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീ, പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ വീണ്ടും കൈവിട്ടു പോവുകയാണ്. ഇറാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. സിംഗപ്പൂർ പതാകയുള്ള കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇത് ഇറാൻ ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകാൻ കാരണം ഒമാന്റെ ഭാഗത്ത് നിന്നുണ്ടായ ചില നീക്കങ്ങളാണ്. ഹോർമൂസിന് ബദലായി മറ്റൊരു കപ്പൽ പാത ഒമാൻ തുറന്നിട്ടുണ്ട്. അത് ഇറാന്റെ അധികാര പരിധി ഒഴിവാക്കിക്കൊണ്ടുള്ളതാണ്. കിഴക്കൻ തീരത്തുകൂടി, ഒമാന്റെ കിഴക്കൻ തീരത്തുകൂടി, തെക്ക് കിഴക്കൻ തീരത്തുകൂടിയുള്ള ഒരു പുതിയ പാതയാണ്. ഇതാണ് ഇപ്പോൾ ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു പാത അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിൻ്റെ പുറത്താണ് ആക്രമണം നടത്തിയത്. സിംഗപ്പൂർ പതാകയുള്ള കപ്പലാണ്, ലൈബീരിയയിലേക്ക് പോവുകയായിരുന്നു എന്ന വിവരമാണ്. ഇതിൽ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ഉണ്ട്. അവർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നേരത്തെ അവിടെ കുടുങ്ങിക്കിടന്ന കപ്പലുകളിലെ നാവികരെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയാണ് IMOയുടെ ഭാഗത്ത് നിന്നുള്ള ഇടപെടലുണ്ടായത്. ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവർ നിർത്തിവെച്ചിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനമാണ് ഇത്തരമൊരു നടപടിക്ക് കാരണമായത്. അതേസമയം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ലബനനിലേക്കുള്ള ആക്രമണം തുടരുകയാണ്. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുന്നു. സമാധാന കരാറിന് വിരുദ്ധമായാണ് ഇത്തരം ഒരു ആക്രമണം നടത്തുന്നത്. എല്ലാ തരത്തിലും ഈ 60 ദിവസത്തെ സമാധാന കരാറിനെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ മറ്റ് രാജ്യങ്ങൾ, ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഈ സ്ഥിതിയെ ഗൗരവത്തോടു കൂടി കാണുന്നുണ്ട്. അവിടെ നിന്നുള്ള കപ്പലുകൾ, ചരക്ക് കപ്പലുകളുടെ യാത്ര സുഗമമാകുന്ന ഒരു സാഹചര്യമുണ്ട്. എണ്ണക്കപ്പലുകൾ വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഇന്ത്യയിലേക്ക് അടക്കം കൂടുതൽ കപ്പലുകൾ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഹോർമൂസിലെ അധികാരം നഷ്ടപ്പെട്ടാൽ വിലപേശൽ നടക്കില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ചുങ്കപ്പിരിവിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം ഇറാൻ എടുത്തത്. അതുവഴി കടന്നു പോകുന്ന കപ്പലുകൾ തങ്ങൾക്ക് അധികമായി പണം നൽകണം. അത് യൂസർ ഫീസ് എന്ന പേരിൽ ആണ് അവർ വിളിക്കുന്നത്. പക്ഷേ അത് ഒരു ചുങ്കപ്പിരിവാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സംഗതിയല്ല, പുതിയതായി ഏർപ്പെടുത്താൻ പോകുന്ന ഒരു തീരുമാനമാണ്. പക്ഷേ അത് അമേരിക്ക ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. കരാറിൻ്റെ ഭാഗമായി അത് കൊണ്ടുവന്നെങ്കിലും ഇറാൻ അംഗീകരിക്കുന്നില്ല. ഇറാൻ ആകട്ടെ ഈ പിരിവിന് തയ്യാറെടുക്കുന്ന സമയത്താണ് ഒമാൻ മറ്റൊരു പാത, ദാഹിദ് തീരം വഴി അവർ പുതിയൊരു പാത തുറന്നത്. ഈ പാതയിലൂടെ എല്ലാ കപ്പലുകൾക്കും സുഗമമായി പോകാൻ കഴിയുമെന്ന് ഒമാൻ അറിയിച്ചിരുന്നു. അതായത് ഇറാന്റെ അപ്രമാദിത്വം ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു സഞ്ചാരപാത ഒമാൻ തുറന്നതാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. അതിനുമേലുള്ള ആക്രമണമാണ് ഈ സിംഗപ്പൂർ പതാകയുള്ള കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണം. ഇതിലെ നാവികർ സുരക്ഷിതരാണെന്ന് പറയുന്നു. എന്നാൽ IMO ഉൾപ്പെടെയുള്ള സംഘടനകൾ അവിടെ നിന്ന് പിന്മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ കടലിൽ നിക്ഷേപിച്ചിട്ടുള്ള സീ മൈനുകൾ അത് നീക്കം ചെയ്യാനുള്ള നടപടികളുമായി അമേരിക്കൻ സേന മുന്നോട്ട് പോവുകയാണ്. അതിലും ഇറാന്റെ കാര്യമായ സഹകരണമില്ല. ഈ മൈനുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇറാനാണ്. ഒരുപക്ഷെ വീണ്ടും കാര്യങ്ങൾ കൈവിട്ടു പോയാൽ ഈ മൈനുകളൊക്കെ തന്നെ വീണ്ടും ഭീഷണിയാക്കി നിലനിർത്തിക്കൊണ്ട് വിലപേശലിലുള്ള ഒരു തന്ത്രമായി ഉപയോഗിക്കാനാണ് ഇപ്പോൾ ഇറാൻ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ മൈനുകൾ എവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, അത് നീക്കം ചെയ്യുന്നതിനുള്ള ഒരു സഹകരണം, ഇതൊന്നും തന്നെ ആ വിവരങ്ങൾ കൈമാറുക, അതൊന്നും തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ആയത്തുള്ള ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള നടപടികളും മുന്നോട്ട് പോവുകയാണ്. 9-ാം തീയതിയാണ് ഈ സംസ്കാര ചടങ്ങ് നടക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ അതിലേക്ക് വിളിച്ചിട്ടുണ്ട്. ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരെ അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ്. ഈ സമാധാന കരാറിന് ഒരു വിലയും കൽപ്പിക്കാതെ ഒരു വശത്ത് ഇറാൻ പ്രകോപനമുണ്ടാക്കുന്നു, മറുവശത്ത് ഇസ്രായേൽ പ്രകോപനമുണ്ടാക്കുന്നു. അനുശ്രീ.
ശരി, വി വി വിനോദാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.